സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം ബ്രെഡ് കൊണ്ടാവാം. രണ്ട് തരത്തിലാണ് ഉണ്ടാക്കുന്നത്. രണ്ടും ഈസിയാണ്. ഇതുപോലെ മുറിച്ച ബ്രെഡ് വാങ്ങണം. അതാണ് എളുപ്പം. ഇനി ഇത് ഉണ്ടാക്കാം. ആദ്യം മധുരമില്ലാത്തത് ഉണ്ടാക്കാം. അതിനുശേഷം മധുരമുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഈ കാണുന്ന സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. മധുരം ഇഷ്ടപ്പെടാത്തവർക്കും ഷുഗർ രോഗമുള്ളവർക്കും വേണ്ടി നമുക്ക് ആദ്യം ഈ ടോസ്റ്റ് തന്നെ ഉണ്ടാക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 6 സ്ലൈസ് ബ്രെഡ്, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ പാല്, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഓയിലും വേണം. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം 1 മുട്ട പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. കുരുമുളക് പൊടി ഇടുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടിയും ഇട്ട് പാലും ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇനി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ കൈവശം പാലില്ലെങ്കിൽ വിഷമിക്കേണ്ട. അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് മുട്ട ഒന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയാണ് ഒഴിക്കുന്നത്. ഇനി ഒഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഒഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് മുട്ട കൂടുതലായി ആവശ്യം വരും. ഇനി ബ്രെഡ് ഈ കൂട്ടിൽ മുക്കി പാനിലേക്ക് വെച്ച് കൊടുക്കാം. വിശക്കുമ്പോഴും തിരക്കുള്ള സമയങ്ങളിലും എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വിഭവമാണ് ഇതെല്ലാം. മധുരമില്ലെങ്കിലും ഇത് എല്ലാവരും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതിന് അധികം ഓയിലൊന്നും ആവശ്യമില്ല. ബ്രെഡ് കൊണ്ട് പല രീതിയിലും വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് കൊണ്ട് ഹലുവ, പുട്ട്, ഉപ്പുമാവ് ഇങ്ങനെ പലതും ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്.
ഇത് റെഡിയായി. ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം. ഇങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. കുരുമുളക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഈ കാണുന്ന സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൽ ഞാൻ എസൻസ് ഒഴിക്കുന്നുണ്ട്. എസൻസിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. 6 സ്ലൈസ് ബ്രെഡ്, 1 ടേബിൾ സ്പൂൺ പാല്, 1 മുട്ട. ഈ ബ്രെഡ് മാറ്റിവെച്ച് മുട്ടയും പാലും ഒരു പാത്രത്തിലിട്ട് ഇളക്കിയെടുക്കാം. എസൻസ് ഒഴിക്കണമെന്നില്ല, ഒഴിച്ചാൽ മുട്ടയുടെ ചെറുതായുള്ള ആ മണം മാറിക്കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഒഴിക്കുന്നത്. അത് നിങ്ങളുടെ കൈവശമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വേണം. ഇനി ഓരോന്നായി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം പഞ്ചസാര ഇടാം. അതിനുശേഷം മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് പാലൊഴിക്കാതെ വെള്ളമൊഴിച്ചുണ്ടാക്കിയാൽ സ്വാദ് കുറയും. അതുകൊണ്ട് നിങ്ങൾ പാല് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്ത് എസൻസാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ റോസ് എസൻസാണ് ഒഴിച്ചത്. ഇനി പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് ബ്രെഡ് മുക്കിയത് വെച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ സിമ്മിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം അടിയിൽ കരിഞ്ഞു പോകും. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അധികം ഓയിലൊന്നും വേണ്ട. ഇത് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു വിഭവമാണ്. തിരക്കുള്ളപ്പോൾ വേഗം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. ഇത് രണ്ടും നിങ്ങളൊന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.